Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നെന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഭാഗ്യവാന്മാരാണ്. അഥവാ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കിയവർ, യഥാർത്ഥ വിശ്വാസത്തിന് വിരുദ്ധമായ ശിർക്ക് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞവർ. അതുകൊണ്ട് നല്ല സമാധാനവും അനുഭവപ്പെടാറുണ്ട്. പൊതുവെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്ക് നമുക്ക് നല്ലോണം അറിയാം. സർഫു ഷൈഇൻ മിനൽ ഇബാദത്തിൽ ഗൈരില്ലാഹ്, അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകളിൽ വല്ലതും അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുക, അതാണ് ശിർക്ക്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പുറമെ മറ്റാർക്കും നമ്മൾ സുജൂദ് ചെയ്യാറില്ല. അള്ളാഹു അല്ലാത്ത മറ്റാരോടും ദുആ ചെയ്യാറില്ല. അള്ളാഹു അല്ലാത്ത മറ്റാർക്കും നേർച്ച വഴിപാടുകൾ നേരാറില്ല. കാരണം അതിൻ്റെ ഗൗരവം നമുക്കറിയാം. അല്ലാഹു തആല പൊറുക്കില്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ, ജീവിതത്തിൽ അത് തിരുത്തുന്നില്ലെങ്കിൽ, അങ്ങനെ മരണപ്പെട്ടു പോയാൽ ശാശ്വതമായി നരകത്തിലാണ്, ഒരിക്കലും സ്വർഗ്ഗമില്ല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവർക്ക് നിഷിദ്ധമാണ്, നമുക്കറിയാം. വമഅവാഹുന്നാർ, അവന്റെ പാർപ്പിടം നരകമാണ്, നമ്മളെമ്പാടും കേട്ട് മനസ്സിലാക്കിയത്. പക്ഷെ ഇത് മാത്രാണോ ശിർക്ക് നമ്മൾ ഈ മനസ്സിലാക്കി വെച്ചത്? അത് വലിയ ശിർക്കാണ്. ശിർക്ക് രണ്ടാണ്, ഒന്ന് വലിയ ശിർക്കും മറ്റൊന്ന് ചെറിയ ശിർക്കും. ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഗൗരവം കുറച്ച് കാണാനുള്ളതല്ല, പരസ്പര പൂരകങ്ങളാണ്, അള്ള പൊറുക്കാത്തതാണ്. ചെറിയ ശിർക്കും അള്ള പൊറുക്കൂല. എന്താണ് ഈ ചെറിയ ശിർക്ക്? അള്ളാഹുവിന് തന്നെ ചെയ്യുന്ന ഇബാദത്തുകളുടെ ഉള്ളിൽ അത് പൊട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേണ്ടത് ഇഖ്ലാസാണ്. ആ ഇഖ്ലാസിന് പകരം റിയാ ആണ്, സുംഅത്താണ് എന്നാ ശിർക്കായി. റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യം, സുംഅത്ത് പ്രശസ്തി ആഗ്രഹിക്കുക, ആളുകൾ കാണണമെന്ന ചിന്ത ഉണ്ടാവുക. എന്നാൽ അത് ശിർക്ക. ചെയ്തത് പള്ളിന്നാണ്, നിസ്കരിച്ചത് അള്ളാഹുവിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ്, അതേ ദിക്റൊക്കെ തന്നെയാണ്. പക്ഷെ ഉള്ളു മാറിപ്പോയി. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന ഗണത്തിൽ ഇതും പെടും.
അള്ള പൊറുക്കാത്ത പാപാണ്. ആ നിസ്കാരം അള്ളാഹ്ക്ക് വേണ്ട, ആ സക്കാത്തും വേണ്ട, ആ ഖുർആൻ പാരായണവും വേണ്ട. അതിന്റെ ഉള്ളിൽ ഇഖ്ലാസിന്റെ അള്ളാഹ്ക്ക് വേണ്ട. ആ ഇഖ്ലാസിന് പകരം റിയാ ആണ്, ലോകമാന്യമാണ് എന്ന അള്ളാഹ്ക്ക് വേണ്ട. ഇങ്ങനെ വരുമ്പോ നമുക്കിനി പേടിക്കാതിരിക്കാൻ നിവൃത്തില്ല. നാളെ ആഖിറത്തിലെത്തിയാൽ കുടുങ്ങും. കാരണം ഈ ചെയ്യുന്ന ഇബാദത്തുകളുടെ രൂപം, അതിന്റെ ഭാവം അതൊക്കെ അള്ളാഹുവിനാണ്, റസൂലുള്ളാഹിയുടെ സുന്നത്തനുസരിച്ചാണ്. പക്ഷെ തകരാറ് സംഭവിച്ചത് നിയ്യത്തിനാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിയ്യത്തുള്ള ആളുകൾ അവർ ചെയ്യുന്ന കർമ്മങ്ങളെ സംബന്ധിച്ച് പരസ്യമായിട്ട് പറയാറുമുണ്ട്. ആളുകളോടൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ദുരഭിമാനമുണ്ട്. ഇത് നാളെ ആഖിറത്തിലെത്തിയിട്ട് നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് തിന്മയുടെ ത്രാസ്, കളവും വഞ്ചനയും ചതിയും അതുപോലുള്ള കുറ്റകൃത്യങ്ങളും ഒക്കെ എടുത്തു വെക്കുന്ന കൂട്ടത്തിന് നിസ്കാരവും നോമ്പോ സക്കാത്തും ഇതുപോലുള്ള കുറെ സൽക്കർമ്മങ്ങളും ഒക്കെ എടുത്തു വെക്കും. കക്ഷിക്ക് മിണ്ടാൻ പറ്റൂല. എന്താ പറ്റാത്തത്? ഇവിടെ വെച്ച് ഇബാദത്തിന്റെ ഉള്ളു കാണൂല. എന്നാൽ ആഖിറത്തിൽ ഉള്ളു കാണാം. യൗമ തുബ്ലസ് സറായിർ അള്ള പറയാ, ആ രഹസ്യം പുറത്തു കൊണ്ടുവരും. അവിടുന്ന് അത് ശരിക്കും എല്ലാവർക്കും കാണാൻ പറ്റും. എന്താ എന്റെ നിസ്കാരം എടുത്തിട്ട് ഈ തിന്മന്റെ ത്രാസിൽ വെച്ചതെന്ന് ചോദിക്കാൻ പറ്റൂല. പൊട്ടിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഇഖ്ലാസ് ഇല്ല, അവിടെ റിയാ ആണ്, ലോകമാന്യമാണ്. അൽക്കഫോദാറില്ലേ വെള്ളിയാഴ്ച, എങ്ങനെയാണത് തീർക്കാറുള്ളത്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. അള്ളാഹുവിനെ കാണണമെന്ന് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു നല്ല നിലക്ക് ആഖിറത്തിൽ അള്ളാഹിനെ കാണണമെന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹ, അവൻ അമലും സാലിഹ് ചെയ്യട്ടെ. അമലപ്പയാ സാലിഹാകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തനുസരിച്ചാകുമ്പോൾ അത് സ്വാലിഹാകും. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നു, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അതിന്റെ ഉള്ളിൽ ഇഖ്ലാസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അവിടെ രോഗമാന്യവും സുംഅത്തും ഇതൊക്കെയാണ് അതിന്റെ ഉള്ളിലെങ്കിൽ ഉപകാരപ്പെടൂല, അള്ളാഹ് സ്വീകരിക്കൂല. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞത് രണ്ട് റുക്കിന നമ്മുടെ ഇബാദത്ത് ആഖിറത്തിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഒന്ന് അത് റസൂലുള്ളാഹിയുടെ ചര്യ അനുസരിച്ചാകണം. രണ്ട്, ആ ചെയ്തത് അള്ളാഹുവിന് മാത്രമാകണം. ഇഖ്ലാസ് നിറഞ്ഞു നിൽക്കണം. ഇനി നമ്മൾ പരിശോധിച്ചു നോക്കാം നമ്മളെ ഒരു ദിവസത്തെ ജീവിതം. രാവിലെ ഉറക്കെളിഞ്ഞ്, സുബൈന്റെ സമയത്ത് തന്നെ ഉറക്കെളിഞ്ഞ് ഉടനെ പുറത്തേക്കുള്ള ലൈറ്റ് ഇടും. 4 കോണിനും ലൈറ്റ് ഇട്ടാടെ വെക്കും. എന്താ കാരണം? ഉറക്കം തെളിഞ്ഞു എന്നുള്ളത് നാട്ടുകാരറിയണം. എല്ലാരെയും ഉദ്ദേശമല്ല കേട്ടോ. സുബൈക്ക് ഉറങ്ങുന്ന വീടല്ല, അവരൊക്കെ നേരത്തെ ഉറക്കളിയുന്ന ആൾക്കാരാണ്. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരെന്താ ഉറങ്ങുക എന്ന് തോന്നിപ്പോവും. അപ്പൊ കാണട്ടെ. അപ്പൊ എന്തിനായി ലൈറ്റ് ഇട്ട്? ലൈറ്റ് ഇട്ടത് തെറ്റല്ല, ശരിയാ. പക്ഷെ ഉദ്ദേശം ശരിയില്ല. പള്ളിയിൽ പോവുകയാണ് നിസ്കരിക്കാന്. നോമ്പിന് വൃത്തിയായിട്ട് ഞാൻ പോകാറുണ്ട്. നോമ്പ് കഴിഞ്ഞിട്ട് എന്നെ കാണാണ്ടിരുന്നാല് ആൾക്കാർ പറയൂലായിരുന്നു, ഇവർക്ക് നോമ്പിന് മാത്രമേ നിസ്കാരമുള്ളൂ എന്ന് ചോദിക്കൂലേ? മനസ്സിലങ്ങ് തോന്നിപ്പോയി. ഇബ്ലീസ് പിന്നാലെ കൂടും. ഇബ്ലീസ് ചില്ലറക്കാരനല്ല. നമ്മുടെ ഇബാദത്ത് ബാത്തിലാക്കാൻ ഇബ്ലീസ് പിന്നാലുണ്ട്. ഇങ്ങനെയൊക്കെ തോന്നിപ്പോകും. അതിന് പണിയെടുക്കുന്നുണ്ട്. കുട്ടികളെ വിളിച്ചുണർത്തും വീട്ടിൽ നിന്ന്, നിങ്ങൾ നിസ്കരിക്കും. ചാർട്ടില്ലേ? ഉസ്താദ് ചോദിക്കൂലേ നിസ്കാര ചാർട്ട്? നിസ്കരിക്കാണ്ട് ഞാൻ ഒപ്പിട്ട് തരൂല കേട്ടോ, നിസ്കരിക്കണം. അപ്പൊ കുട്ടികൾ എന്തിനാ നിസ്കരിക്കുന്നത്? എന്തിനാണ് അവരോട് നിസ്കരിക്കാൻ പറഞ്ഞത്? എന്താ ഉദ്ദേശം? ഇഖ്ലാസ് എവിടെ പോയി ഇതിന്റെ ഉള്ളിന്ന്? എന്താ കിട്ടേണ്ട കൂലി? ഉസ്താദിന്റെ അംഗീകാരോ? ചാർട്ടിൽ ഒപ്പിടലോ? ആ ക്ലാസ്സിൽ നല്ല കുട്ടിയാണ് എന്നുള്ള പ്രശംസയോ? എന്താ വേണ്ടത്? സ്വർഗം കിട്ടാനാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ചാർട്ട് കൊടുക്കുന്ന ഉസ്താദും നിസ്കരിപ്പിക്കുന്ന രക്ഷിതാവും
ഇത് ആഖിറത്തിലേക്കുള്ള ഒരു പരിപാടിയാണ് എന്ന ഇഖ്ലാസ് ഈ കുട്ടിന്റെ മനസ്സിലുണ്ടാക്കണ്ടേ. അതില്ലെങ്കിൽ നാളെ ഏത് തട്ടിലായി നിസ്കാരം എടുത്തു വെക്കുക? എന്താ കുട്ടികളെ ശീലിപ്പിക്കുന്നത്? ആ ശീലം തന്നെയല്ലേ കൊണ്ട് നടക്കുക. കുട്ടികൾ ചാടി എണീറ്റ് നിസ്കരിക്കും, ഉദ്ദേശം മാറിപ്പോവുകയാണ്. ആർക്ക് വേണ്ടിയാണ് നമസ്കരിച്ചത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. സുബൈക്ക് ലൈറ്റൊക്കെ ഇട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ പറയുകയും ചെയ്യും, എന്ത്, ഞങ്ങൾ അങ്ങനെ സുബൈക്ക് ഉറങ്ങുന്ന കൂട്ടരൊന്നുമല്ല, നേരത്തെ എഴുന്നേൽക്കും. അപ്പൊ കേൾക്കുന്നോ പറയണ്ട, അല്ലേ തന്നെ മനസ്സിലാക്കി. കാരണം നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിലെ ലൈറ്റ് കാണലുണ്ട്. അപ്പൊ ഓൻ്റെ ഉദ്ദേശം എന്താ? ഓനും പോക്കുണ്ട് എന്ന് മറ്റവനോട് പറയാ. ഇങ്ങനൊക്കെ അങ്ങ് തോന്നിപ്പോകും. ഇവിടെ ഒക്കെ ഇബ്ലീസ് പണിയെടുക്കും. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. ഇതിനാ നിയ്യത്തിന്റെ കാര്യം. എഴുന്നേൽക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ. ഞാൻ എഴുന്നേറ്റത് അള്ളാഹ്ക്ക് വേണ്ടിയാ, അള്ളയാണെന്ന് ഉറക്കം തെളിയിപ്പിച്ചത്. ഇതെന്റെ ബാധ്യതയാണ്, ഞാൻ പോവുകയാണ്. അള്ളാന്റെ വിളിക്കുത്തരം ചെയ്തിട്ട് അവൻ വിളിച്ചിട്ടുണ്ട്, അവന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാ. ഈ നല്ല നീയത്ത് മനസ്സിൽ പലതും നിറയും. സുബഹിക്ക് ഇറങ്ങുമ്പോ പറയണം, അല്ലാഹുമ്മ ജ്അൽ ഫീ ഖൽബി നൂറ, എന്റെ കൽബിന് നൂറ് വേണേ അല്ലാ, എന്റെ കണ്ണിന് നൂറ് വേണം, എന്റെ കാതിന് നൂറ് വേണം, എന്റെ ഇടത്തും വലത്തും പ്രകാശം വേണം. ഞാൻ ഈ ചെയ്യുന്നത് മുഴുവനും നിനക്കാകണം, ഇതുകൊണ്ട് ആഖിറത്തിൽ ഉപകാരം കിട്ടണം. ഇതൊക്കെ പറഞ്ഞോണ്ടിങ്ങ് പോരണം പള്ളിയിലേക്ക്, ഇല്ലെങ്കിൽ കൊളാവും. ഈ നിസ്കാരം എടുത്തിട്ട് മറ്റേ തട്ടിൽ വെക്കും, ആകെ പ്രശ്നാവും. എന്തിനാ ഇങ്ങനെ തുറന്നു പറയുന്നത്? ഇതൊക്കെ പറയാതിരുന്നാല് ഈ മിമ്പർമ കയറുന്ന ആൾക്കാരെങ്ങൾ നോക്കിയടക്കും. അവിടുന്ന് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ടല്ലേ നിസ്കരിക്കാൻ നിന്നിട്ട് അള്ളാഹിനോട് ആദ്യമായി പറയുന്നത്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ നിസ്കരിക്കുന്നത് അല്ലാഹ്ക്കാ, ഞാൻ ഇബാദത്തുകൾ എന്ത് ചെയ്താലും അത് അല്ലാഹുവിനാ. ഇബാദത്തിന്റെ കാര്യം പോട്ടെ, ഞാൻ ജീവിക്കുന്നോ മരിക്കുന്നോ എന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് മുഴുവനും അല്ലാഹ്ക്കാ. ഞാൻ ലൈറ്റ് ഇട്ടോ, ഭക്ഷണം കഴിച്ചോ, വസ്ത്രം ധരിച്ചോ, ഞാൻ നടക്കുന്നോ, ജോലിക്ക് പോകുന്നു, ഒക്കെ അല്ലാഹ്ക്കാ. നീയത്തങ്ങ് നിറച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇബാദത്ത് മാത്രല്ല നന്മന്റെ ത്രാസിലെടുത്ത് വെക്കുക. ഇവന്റെ സാധാരണഗതിയിൽ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടോ, നിയ്യത്ത് നന്നായോ, അത് നന്മയുടെ ത്രാസിലാ വെക്കുക. അള്ളാഹു ആ രൂപത്തിൽ ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്ത് പല രൂപത്തിലും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ ചെയ്യുന്ന സംഗതികളൊക്കെ, ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലതാണ്, ഒന്നും മോശമല്ല. പക്ഷെ അത് മോശമായി പോയത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിയ്യത്ത് നന്നാകുമ്പോ എല്ലാം നന്നായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുന്ന വലിയ വലിയ ചില വിപത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന. എത്ര കാലം മുമ്പ് തുടങ്ങിയതാ മുഅ്മിനീങ്ങൾ നമസ്കാരത്തിൽ അള്ളാഹിനോട് കാവലിനെ ചോദിക്കാൻ, ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ എന്ന്. അതിൽ കുടുങ്ങാത്ത ആളുകൾ വളരെ വിരളാണ്. പക്ഷെ ഒരു ദിവസം അള്ളാന്റെ റസൂല് പറയാ സഹാബത്തിനോട്, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരട്ടെ, ബിമാ ഹുവ അഖ്വഫു അലൈക്കും മിൻദി മിനൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിനേക്കാൾ നിങ്ങൾക്ക് സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന ഒരു തെറ്റുണ്ട്, ഒരു കുറ്റുണ്ട്, ഒരു വിപത്തുണ്ട്. ആ വിപത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. സഹാബാക്കൾ പറഞ്ഞു, ബലായ റസൂലല്ലാ, ഒന്ന് പറഞ്ഞെന്നാലും റസൂലേ. അള്ളാന്റെ റസൂല് പറയാ, അശ്ശിർക്കുൽ ഖഫിയ്യു, ഗോപ്യമായ രഹസ്യമായ ശിർക്ക്, കാണുന്ന ആളുകൾക്ക് മനസ്സിലാകാത്ത ശിർക്ക്, അതാ രഹസ്യം എന്ന് പറഞ്ഞത്. കബറും പുറത്ത് സുജൂദ് ചെയ്യുന്നത് കണ്ട കാണുന്നവർക്ക് മനസ്സിലാവാതെ ശിർക്കാണ്. പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് കണ്ട കാണുന്നവർക്ക് മനസ്സിലാകാതെ തൗഹീദാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ശിർക്ക്, അതാ ശിർക്കുൻ ഖഫി. അള്ളാന്റെ റസൂല് പറയാ, യഖൂമുർ റജുലു, ഒരു മനുഷ്യനത് എഴുന്നേറ്റ് നിൽക്കുന്നു, ഫയുസല്ലി, അവൻ നമസ്കരിക്കുന്നു,
ഓന്റെ നമസ്കാരത്തെ അവൻ നന്നാക്കുന്നു. ഏതോ ഒരു മനുഷ്യൻ നോക്കുന്നുണ്ട് എന്ന കാരണത്താൽ, ഇന്ന ആള് കാണുന്നുണ്ട് എന്ന കാരണത്താൽ. പള്ളിയിലൊരു പുതിയ ഇമാമ് വന്നു. മഗ്രിബിനും ഇശായിനും ഇമാമത്ത് നിൽക്കണം. എന്നിട്ട് ആ മൂപ്പർക്ക് ജോലി കൊടുക്കുക, ഖിറാഅത്ത് എങ്ങനെയുണ്ട് നോക്കണം. ആദ്യത്തെ നിസ്കാരം മൂപ്പർക്ക് നല്ലോണം അറിയാവുന്ന സൂറത്ത് തജ്വീദിന്റെ എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഓതി നിസ്കരിക്കുകയാണ്. പള്ളിന്റെ ഇമാമ് നിസ്കരിക്കുന്നത് കാണാൻ സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ഭാരവാഹികളുണ്ട്, സാധാരണ ജമായത്തിന് വരുന്ന ആൾക്കാരും ഉണ്ട്. അവരൊക്കെയാണ് എന്റെ പിന്നിലുള്ളത്. അവരൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് എന്റെ ഖിറാഅത്ത്, എന്റെ ഓത്ത്. 90% അങ്ങനല്ലേ? നിസ്കാരം കഴിഞ്ഞിട്ട് ഇത് അള്ളാന്റെ അർശിലേക്ക് കൊണ്ടുവന്ന നമസ്കാരോ, ചുരുട്ടി മടക്കി വലിച്ചെറിയുന്ന നമസ്കാരോ? ഇത് നാരാ ഒഴിവാകുന്നത്? നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിയല്ല, ഇവിടെ നിന്ന് നിങ്ങളെ ഉപദേശിക്കുന്ന എന്റെ മനസ്സില് എന്റെ ഉപദേശം ആളുകൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു നല്ല പ്രസംഗാകണം എന്ന് ഞാൻ വിചാരിച്ച പോയി കാര്യം ശിർക്കായി. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചിട്ട് എന്റെ പ്രസംഗം നല്ല ഉഷാറായി എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന സമയത്ത് പ്രസംഗം നിർത്തിക്കളയും. എന്നിട്ട് അവിടെ ഇരിക്കും. മതി, വഴിമാറിപ്പോകരുത്. നമുക്ക് പോകണം ആഖിറത്തിലേക്ക്. നമുക്കവിടെ ഒരു വിചാരണ ഉണ്ട്. അവിടെ നന്മയും തിന്മയും നമ്മുടെ പ്രസംഗോ, ഹുതുബേ, നിസ്കാരോ, ഖുർആൻ പാരായണോ എല്ലാ പ്രവൃത്തിയും തൂക്കുന്നുണ്ട്. അങ്ങനെ തൂക്കുമ്പോ ഒരു കാരണവശാലും വളരെ കുറച്ചേ നമ്മുടെ അമലുള്ളൂ. അതെടുത്ത് മറ്റേ തട്ടിൽ വെക്കരുത്. അതിനെന്താ വേണ്ട? ലോകമാന്യം വേണ്ട, ആരെയും കാണിക്കാൻ ആരൊന്നും ചെയ്യണ്ട, ആര് കണ്ടിട്ട് ഒരു കാര്യവുമില്ല. അള്ളാഹുവിങ്കലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഇബാദത്തുകൾ അത് തന്നെയാകണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒറ്റക്ക് നിസ്കരിക്കുക ആള് ബേക്ക് വന്ന ഒരാളിങ്ങ് തുടർന്ന് പുറത്തൊന്ന് തോണ്ടി ഞാനും കൂടി തുറന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ അദ്ദേഹം പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കണം എന്നാ വിചാരിച്ചിരുന്ന്, അനന്തര കൈഫ് ഓതണം എന്നാ വിചാരിച്ച് അന്ന് വല്ലേരിയനാക്കി നിസ്കരിച്ചിരുന്ന് കഴിഞ്ഞ് മറ്റോ പറയാ, നിങ്ങൾക്ക് വലിയ വലിയ സൂറത്തല്ല അറിയില്ലേ, ഞാൻ ഇത്ര വലിയൊന്നും ഓതലില്ല. അപ്പൊ മൂപ്പര് പറയാ, ഞാൻ വേറെ ആരോടും പറയണമൊന്നുമില്ല, നിങ്ങളോടായിട്ട് പറയാ, മദ്രസന്ന് പഠിച്ചോന്നുമല്ല, അങ്ങ് മറന്നുപോയിക്കതൊക്കെ. ഞാനിതൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പിന്നെ ഓതി പഠിച്ചതാണ്. അന്നിക്കാരവും പോയി നിസ്കരിച്ച തഹജ്ജുദും പോയി, ഒക്കെ ബാത്തിലാക്കി. ആളുകളോട് പറയാം, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്. ഈ സംസാരത്തിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാറില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, നമുക്ക് വരാനിരിക്കുന്ന ഭീമാകാരമായ ഒരു അബദ്ധത്തെ സംബന്ധിച്ച്, ഒരു അപകടത്തെ സംബന്ധിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ റിയാവ്, ലോകമാന്യം എന്ന് പറയുന്ന വിഷയം, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നത്, അത് നിത്യജീവിതത്തിൽ നമ്മൾ ശീലിച്ചപ്പോൾ അത് ഇബാദത്തിലേക്ക് കയറിക്കൂടി. നമ്മുടെ നിത്യജീവിതത്തിന്റെ അവസ്ഥ എന്താ? നമ്മൾ ചെയ്യുന്ന അത്യാവശ്യമായ സംഗതികൾ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക. വീടുണ്ടാക്കുകയാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുന്നത് വരെ കൂലിയാ. പിന്നെ അവരെ താമസിപ്പിക്കുന്നതോ വലിയ കൂലിയുള്ള സംഗതിയാ. അപ്പൊ താമസിക്കാൻ ഒരു വീട് വേണം. അത്യാവശ്യം അദ്ദേഹത്തിന്റെ സാമ്പത്തിക നിരക്കൊക്കെ യോജിക്കുന്ന വിധത്തിലുള്ള ഒരു വീടൊക്കെ ഉണ്ടാക്കുക ഇസ്ലാമിൽ കുറ്റമൊന്നുമല്ല. പക്ഷെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴേക്ക് അദ്ദേഹത്തോട് പറയാണ്, വീട്ടിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വീട് നല്ലോണം ഉണ്ടാക്കണം. ഒരു 2500 സ്ക്വയർ ഫീറ്റ് ഒക്കെ നമ്മളെ പോലത്തെ ഒരുക്കുന്ന ഒരു വീടേ അല്ല. ഒരു 3000-4000 ഒന്നും ഇല്ലെങ്കിൽ ആളുകൾ എന്ത് പറയൂ? ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. പാർക്ക ഉണ്ടാക്കുന്നത് പാർക്കാനല്ല, ആളുകൾക്കാ. വസ്ത്രം ധരിക്കുന്നത് എന്തിനാ? ഔറത്ത് മറച്ചിട്ട് കൂലി വാങ്ങാനാ. ഔറത്ത് മറക്കണം, അതിന്റെ കൂലി കിട്ടും. അതാണ് അതിന്റെ നിയ്യത്ത്. ഭംഗിക്ക് വേണ്ടിയും വസ്ത്രം ധരിക്കാം. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹ്ക്ക് ഭംഗി ഇഷ്ടാ, പക്ഷെ ധരിക്കുമ്പോ ഓർമ്മ വേണം, എന്റെ റബ്ബിന് ഇത് ഇഷ്ടാണ്, ഭംഗി പ്രകടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടി ധരിക്കാണ്. അതിനാണോ? കുടുംബത്തിലൊരു കല്യാണം വന്നു, പ്രത്യേകിച്ച് സഹോദരിമാര്
അടുത്ത ആഴ്ച കല്യാണാണ്. എന്നാ സഹോദരിമാർക്ക് ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു ചർച്ച ഉണ്ടാവും വീട്ടിൽ. ഞാൻ എന്താ ഉടുക്കുകയെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. 1-2 കടയിൽ കയറി നോക്കിയിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. തെരഞ്ഞോക്കാണ്, നല്ല ഒന്നും ഇവിടെ ഇല്ല. എന്താ ഇല്ലേ? വീട്ടിലില്ലേ 25-30 ജോഡി ഡ്രസ്സ് ഉണ്ടാവും. എന്നിട്ടാ നല്ല ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ നല്ലതില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവിടെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. തലേ ദിവസം ഇട്ട എന്നെ പിറ്റേന്ന് ഇട്ടാല് ആ ഗ്രൂപ്പ് ഫോട്ടോയില് വരും. സ്റ്റാറ്റസ് വെക്കും പലരും. ആളുകൾ കാണണം, ഇതാ ഉള്ള്. ഇതിന്റെ ഉള്ളിലെ ചക്ക അതാ. ഇത് നിത്യജീവിതത്തിൽ ശീലിച്ചു, അത് ഇബാദത്തിലേക്കും കയറിക്കൂടി. അപ്പൊ വട്ടപൂജയായി ജീവിതം. ആളുകൾക്ക് വേണ്ടി ജീവിച്ച് ശീലിച്ചു. ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെയാ, വാഹനത്തിന്റെ കാര്യം അങ്ങനെയാ, കല്യാണം കഴിക്കുന്ന കാര്യം അങ്ങനെയാ. എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ ഒക്കെ ആളുകൾ കാണാൻ വേണ്ടിയാ. മറ്റുള്ളവരെക്കാൾ ഉഷാറാകണം എന്ന രീതിയിലുള്ള ജീവിതമാണ്. ഈ ജീവിതത്തിനിടയിലാണ് നമ്മൾ ഈ നിസ്കരിക്കുകയും നോമ്പൊലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമുക്കൊരു ആഹാരമുണ്ട്, നമുക്കൊരു ജീവിതമുണ്ട്, നമുക്കൊരു സ്രഷ്ടാവുണ്ട്, നമുക്കൊരു ആരാധ്യനുണ്ട്. ആ ആരാധ്യൻ പലതും നമ്മോട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ ജീവിക്കണം. ആളുകൾ പ്രശംസിക്കുന്നത് തെറ്റാണ് എന്നല്ല ഈ പറയുന്നത്. പ്രശംസ തായെന്ന് മേലോട്ടുണ്ടാക്കേണ്ട കാര്യമല്ല, അത് മേലേന്ന് തായോട്ട് വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മേലേന്ന് തായോട്ട് പ്രശംസ വരണം. അതെങ്ങനെയാ? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുക, അള്ളാഹുവിന്റെ മലക്കുകളോട് പറയുക, മലക്കുകൾ മുഅ്മിനീങ്ങളുടെ നാട്ടുകാരുടെ ഹൃദയങ്ങളിലേക്ക് ആ മനുഷ്യനെ പറ്റിയുള്ള ഒരു നല്ല ആശയം ഇട്ടു കൊടുക്കുക. അങ്ങനെ ആളുകൾ പ്രശംസിക്കും. അങ്ങനെ പ്രശംസിച്ചാൽ അത് ഒരു മുഅ്മിനിന് കിട്ടുന്ന ഐഹികമായ ഒരു ഗിഫ്റ്റാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാതെ ആ പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് അങ്ങോട്ടുണ്ടാക്കലല്ല, അത് കുറ്റാണ്. അമല് തന്നെ സ്വീകരിക്കപ്പെടുകയില്ല എന്നതാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച അൽ-കഹ്ഫിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഇത് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധമായ ആയത്തുകൾ. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മക്കയിലുള്ള ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ആളുകൾ അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് ജീവിച്ചങ്ങ് മരണപ്പെട്ടു പോയാൽ മതിയായിരുന്നേനെ. ഈ ആളുകളുടെ പ്രശംസ ഉണ്ടല്ലോ, അഹ്മദ് ബിൻ ഹംബൽ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായി പ്രശംസ വന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ കാര്യത്തിൽ പേടിക്കുകയാണ് എന്ന് പറയാറുണ്ടായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മുടെ പൂർവികരുടെ അവസ്ഥയതാ. പല സഹാബാക്കളെയും താബീഈങ്ങളെയും സലഫ് സാലിഹീങ്ങളെയും നമ്മൾ ഇന്ന് പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ കൂടെ നമ്മൾ ജീവിച്ചിട്ടല്ല. അള്ളാഹു അവരെ പറ്റി നമുക്ക് ബോധം നൽകുകയാണ്. അള്ളാഹു അംഗീകരിച്ച ജീവിതമായിരുന്നു അത്. അതുകൊണ്ട് ഇബാദത്തിന്റെ വിഷയത്തിലും ആദത്തിന്റെ വിഷയത്തിലും സാധാരണഗതി നമ്മൾ ചെയ്യുന്ന വിഷയങ്ങളിലുമെല്ലാം അള്ളാഹുവിനെ പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളായി പ്രവർത്തനങ്ങളായി നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുക. ആ രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മുടെ ഇബാദത്തിൽ ഉറുമ്പ് കയറുമെന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. ശിർക്കിനെ പറ്റി റസൂല് പറഞ്ഞത് ഉറുമ്പ് കയറും പോലെ കയറുന്ന. ഇബാദത്തിൽ ഉറുമ്പ് കയറുക അറിയാതെ, എന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോവുക. ഉറുമ്പ് കയറിയാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ, ആ കോലത്തിലായി പോവും. അറിയൂല ഉറുമ്പ് കയറുന്നത്.
റസൂല് പറഞ്ഞ ഉദാഹരണം. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഒന്നാമത്തെ മാർഗം പരിശീലനം തന്നെയാണ്. റിയാ ഇല്ലാതെ, ലോകമാന്യമില്ലാതെ ചെയ്യുന്ന പ്രവർത്തികൾ അള്ളാഹുവിനാക്കിയെടുക്കാൻ നിരന്തരമായി പരിശ്രമിക്കുക. ബിസ്മി ചൊല്ലി തുടങ്ങുക. ആ തുടക്കം തന്നെ അങ്ങനെയാ, അള്ളാഹ് ആക്കിയെടുക്കുക. അങ്ങനെ ആ ബോധത്തോടു കൂടി തന്നെ ചെയ്തു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഒന്ന് ചെയ്തു വെച്ചല്ലോ ആഖിറത്തിൽ. ഈ പരിശ്രമം ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ വിഷയം, ജീവിതത്തിൽ ആഖിറത്തിലേക്ക് കരുതി വെക്കുന്ന ആരും അറിയാത്ത വളരെ രഹസ്യമായ ഇബാദത്തുകൾ ഉണ്ടാക്കിയെടുക്കുക. ആഖിറത്തുനിന്ന് മാത്രം കെട്ടയിക്കാൻ പറ്റുന്ന, ദുനിയാവെന്ന് ഒരു മനുഷ്യനും അറിയാത്ത കുറെ ഇബാദത്തുകൾ ചെയ്യാൻ പരിശ്രമിക്കുക. ഇരുന്നിങ്ങനെ ആലോചിക്കുക, അതിനിപ്പോ എന്താ വേണ്ടത്? അങ്ങനെ ആലോചിച്ച് നമ്മൾ അത്തരം ഇബാദത്തുകൾ കണ്ടുപിടിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഇഖ്ലാസിലേക്ക് നമ്മുടെ മനസ്സടുത്തു വരും. അല്ലാഹു ഖുർആനിൽ അതൊക്കെ നമ്മോട് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ആളുകളുടെ ഇടയിൽ പരസ്യം ചെയ്യുന്നതിന് നേരെ വിപരീതം, ആളുകൾ കാണുന്നുണ്ടോ എന്ന സന്തോഷത്തിന്റെ നേരെ വിപരീതം, ഭയമുണ്ടാവുക. നിസ്കരിച്ചിട്ട് പേടി, സക്കാത്ത് കൊടുത്തിട്ട് പേടി, ഖുർആൻ ഓതിയിട്ട് പേടി, ആ ഒരവസ്ഥ ഉണ്ടാവുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഒരു ആയത്തോതി, വല്ലദീന യൂതൂന മാ അതൗ വഖുലൂബുഹും വജില. കൊടുക്കുന്നതൊക്കെ കൊടുക്കുന്നു, പക്ഷെ വല്ലാതെ പേടിക്കുന്നു. ചെയ്യുന്നതൊക്കെ ചെയ്യുന്നു, വല്ലാതെ പേടിക്കുന്നു. ഇതങ്ങ് ഓതിയപ്പോ ആയിഷ ബീവി ചോദിച്ചു, അള്ളാന്റെ റസൂലെ, ഇബാദത്ത് ചെയ്തിട്ട് പേടിക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുമ്പോ അല്ലല്ല റസൂലെ, മറിച്ച് ഒരു മനുഷ്യൻ വ്യഭിചരിക്കുമ്പോൾ, അവൻ കള്ളുടിക്കുമ്പോ, അവൻ കക്കുമ്പോ, കളവ് നടത്തുമ്പോ, അപ്പയൊക്കെയല്ലേ റസൂലെ പേടി? ഇബാദത്ത് ചെയ്താൽ എന്താ പേടി? അള്ളാന്റെ റസൂല് പറയാ, ലാ യാ ബിന്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ ആയിഷ, അങ്ങനല്ലോ, തിരുത്തണം. വലാകിന്നഹു റജുലു യസൂമു, മനുഷ്യൻ നോമ്പെടുക്കുന്നു, വയുസല്ലി, അവൻ നമസ്കരിക്കുന്നു, വയതസദ്ദഖു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, വയഖാഫു അല്ലാ യുഖ്ബല മിൻഹു, അത് സ്വീകരിക്കപ്പെടുമോ എന്ന പേടി. ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ, എന്റെ റബ്ബ് ഇത് സ്വീകരിക്കോ, അള്ളാഹ്ക്ക് ഇത് പറ്റിയിട്ടുണ്ടോ എന്ന പേടി. ഈ ദുരഭിമാനം എന്ന് പറയുന്നത് ആളുകളുടെ പ്രശംസ വല്ലാത്ത ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് ആഗ്രഹിച്ചു പോകുകയെന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, വയുഹിബ്ബു ലാ തഹസബന്നല്ലദീന യഫറഹൂന ബിമാ അത്തൗ. ചില ആളുകളുണ്ട്, എന്തെങ്കിലും കൊടുത്താൽ ഓലിക്ക് സ്വയം തന്നെ വലിയ സന്തോഷം, സ്വീകരിക്കോ എന്നുള്ള പേടിയൊന്നുമില്ല, വല്ലാത്തൊരു സന്തോഷം. വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലൂ, അവർ പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ അവരെ പ്രശംസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഓല് ചെയ്തതിന് സന്തോഷമുണ്ട് എന്നല്ല, അതിന് പുറമെ ഒരു ചെയ്യാത്ത കാര്യത്തിനും കൂടി അവരെ ആളുകൾ പ്രശംസിക്കണം എന്നാഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാ. ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ്, അല്ലാഹ് പറയാ, അവര് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നീ വിചാരിക്കണ്ട. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ആളുകൾ കാണണമെന്ന ഒരു ധനിയങ്ങ് തോന്നിപ്പോയാൽ വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട്, കൂലിയല്ലുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് തന്നെയാ ഉറുമ്പ് കയറുന്നതിനോട് ശിർക്കിനെ ഉപമിച്ചത്. കയറി വരുന്നുണ്ട് നമ്മൾ അറിയാതെ. അള്ളാഹുവിന്റെ മഴ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. റഹ്മത്താണ് മഴ. ആ റഹ്മത്ത് ലഭിക്കാതിരിക്കാനുള്ള കാരണം കുറ്റകൃത്യങ്ങളാണ്. ആ കുറ്റകൃത്യങ്ങളിൽ അള്ളാഹു പൊറുക്കപ്പെടാത്തതാണ് ഈ പറഞ്ഞതൊക്കെ. വലിയ ശിർക്കും ചെറിയ ശിർക്കും ഇതൊന്നും അള്ളാഹ് പൊറുക്കാത്തതാ. നമ്മൾ വിചാരിക്കും നമ്മൾ എന്ത് കുറ്റാ ചെയ്യുന്നത്, അള്ളാഹ് വിലക്കിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. അള്ളാഹ് കൽപ്പിച്ച കാര്യം ചെയ്യുന്നതിലുള്ള കുറ്റകൃത്യമായി പറഞ്ഞത്. പിന്നെ വിലക്കിയ കാര്യങ്ങളുടെ കാര്യം എന്ത് പറയാനാ? അതിനുള്ള ഏക പരിഹാരം, മഴ ലഭിക്കാനുള്ള ഏക പരിഹാരം ഇസ്തിഗ്ഫാർ മാത്രാണ്.
ചെയ്തത് തെറ്റിപ്പോയി എന്ന് അള്ളാഹിനോട് പറയല. ഏതെങ്കിലും ഒരാൾ ദ്വാരുന്നതിനെ കൊണ്ടൊന്നും മഴ കിട്ടൂല. ഒരു നാട്ടില് മഴ കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് കുറ്റമേറ്റ് പറയണം. ജീവിച്ചത് തെറ്റിപ്പോയി എന്ന് അള്ളാഹിനോട് പറയണം. ഞങ്ങളോട് പൊറുക്കണമെന്ന് പറയണം. അള്ളാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ സഹജീവികൾക്കും മഴ ആവശ്യമുണ്ട് എന്ന് മനസ്സ് തട്ടി ദുആ ചെയ്യണം. ഞങ്ങളുടെ ജീവജാലങ്ങൾക്ക്, പറവകൾക്ക്, സസ്യങ്ങൾക്ക്, കൃഷിക്ക് ഇതിനൊക്കെ മഴ വേണമെന്ന് എല്ലാവരും ഓരോരുത്തരും അള്ളാഹിനോട് ദുആ ചെയ്യണം. അള്ളാഹുവേ, മഴ തടസ്സപ്പെടാൻ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമായിട്ടുണ്ട്. നീ പൊറുക്കണേ റഹ്മാനെ, നീ പൊറുക്കണേ റഹ്മാനെ. ഉപകാരപ്രദമായ മഴ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, ഉപകാരപ്രദമായ മഴ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മനസ്സ് കുളിർമ തോന്നുന്ന നല്ല അന്തരീക്ഷത്തിൽ പെയ്തിറങ്ങുന്ന നിന്റെ അനുഗ്രഹത്തിന്റെ മഴ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഹലാലായ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. അള്ളാഹുവേ, നീ തന്നതിന് ബറക്കത്ത് ചെയ്ത് തരണേ റഹ്മാനെ. അള്ളാഹുവേ, കുടുംബസമേതം നിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നിമിത്തമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.